ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. ഐ ആം കാവ്യ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചാണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എഡ്ജ്വർത്ത് ആണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1881 ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് it shows the possibility of exchange between two persons but not explain consumer demand. കൺസ്യൂമർ ഡിമാൻഡിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് രണ്ട് പെർട്ടിക്കുലർ സോർട്ട് ഓഫ് കമോഡിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് മറ്റൊന്നിന് വേണ്ടി എങ്ങനെയാ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്, അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹൗ ദ കൺസ്യൂമർ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ഇപ്പൊ എക്സ് വൈ എന്ന് പറയുന്ന കമോഡിറ്റി ഉണ്ടെങ്കിൽ എക്സ് വൈന് വേണ്ടി നമ്മൾ ത്യജിക്കുകയാണ്, അല്ലെ വൈ എക്സിന് വേണ്ടി നമ്മൾ ത്യജിക്കുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ച് എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, ഹൗ ദ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ഗെറ്റ് സാറ്റിസ്ഫൈഡ് മുതലായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഹിക്സ് ആൻഡ് അലൻ ആണ് ബേസിക്കലി ഈ ഒരു ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തത്. മാർഷൽ ആണ് ബേസിക്കലി കാർഡിനൽ യൂട്ടിലിറ്റി ഉപയോഗിച്ച് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടുള്ള നൊട്ടേഷൻ ഓർഡിനൽ യൂട്ടിലിറ്റി ഉപയോഗിച്ച് എഡ്ജ്വർത്ത് ആണ് ആക്ച്വലി ഇൻഡിഫറൻസ് കർവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1939 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവുമായിട്ട് വളരെ ബ്ലണ്ടഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് വാല്യൂ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമുക്ക് ബേസിക്കലി ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി നേടണമെങ്കിൽ മറ്റൊരു പെർട്ടിക്കുലർ കമോഡിറ്റി എന്ത് ചെയ്തേ മതിയാവുള്ളൂ, ത്യജിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബേസിക്കലി ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ വരുന്നത്. ഇൻഡിഫറൻസ് കർവ് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ്. അതായത് യൂട്ടിലിറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കാർഡിനൽ യൂട്ടിലിറ്റി എന്നും ഓർഡിനൽ യൂട്ടിലിറ്റി എന്നും. 1, 2, 3 ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനെ കാർഡിനൽ യൂട്ടിലിറ്റി എന്നും, റാങ്ക് ചെയ്യുക ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് ഇങ്ങനെ റാങ്ക് ചെയ്യുന്നതിനെ നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എപ്പോഴും എന്താണ്, ഓർഡിനൽ യൂട്ടിലിറ്റി ആണ്. സേ ഫോർ എക്സാമ്പിൾ പൊറാട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് പൊറാട്ടയാണ്, അപ്പൊ റാങ്ക് നമ്പർ 1. സെക്കൻഡ് വൺ ചപ്പാത്തിയാണ്, സോ അവിടെ റാങ്ക് നമ്പർ 2. അപ്പൊ അവിടെ ഒരു ക്രോഡീകരണ വന്നത് അല്ലെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ദ ഇൻഡിഫറൻസ് കർവ്. ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് ഇവിടെ എന്താണ്, കമ്പയർ ചെയ്യാനായിട്ട് പറ്റൂ അല്ലെ, കൗണ്ടബിൾ അല്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ ചെയ്യുന്നത്, നമ്മൾ റാങ്ക് ചെയ്യാ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ന കമോഡിറ്റിക്കാണ്, സെക്കൻഡ് പ്രിഫറൻസ് ഇന്ന കമോഡിറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുവാണ്, റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്, വിച്ച് മേക്സ് അവർ പ്രോസസ് much easier. What is indifference curve? Indifference curve represents all those combination of goods which give same level of satisfaction to the consumer അല്ലെ. അതായത് നമ്മൾ എങ്ങനെയുള്ള കോമ്പിനേഷൻ ഓഫ് ഗുഡ് നമ്മൾ ചൂസ് ചെയ്താലാണ് നമുക്ക് കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്നത്. ചിലപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 2 പൊറാട്ടയും 1 ചിക്കൻ കറിയും കഴിക്കുന്നതായിരിക്കും സാറ്റിസ്ഫാക്ഷൻ. വേറൊരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1 പൊറാട്ടയും 2 ചിക്കൻ കറിയും കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ. സോ അവിടെ ബേസിക്കലി എന്താ, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പം ഇറ്റ് ഡിഫേഴ്സ് അല്ലെ. അപ്പം അങ്ങനെ നമ്മൾ കോമ്പിനേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹൗ ദ കൺസ്യൂമർ ഗെറ്റ് സ്റ്റാബിലേറ്റഡ് എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് വരുമ്പം ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഏത് കോമ്പിനേഷൻ എടുത്താലും കൺസ്യൂമറിന് ലഭിക്കുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്താൽ 1 ആപ്പിളും 10 ഓറഞ്ചും കഴിക്കുന്നത്, അപ്പൊ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറിന് കിട്ടി. ഇനി ബി എന്ന് പറയുന്ന എടുത്താൽ 2 ആപ്പിളും 7 ഓറഞ്ചും, അപ്പോഴും കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആപ്പിളും അതേപോലെ 5 ഓറഞ്ചോ, അപ്പോഴും കൺസ്യൂമർ സാറ്റിസ്ഫൈഡ്. ഡി എന്ന് പറയുമ്പം 4 ആപ്പിളും 4 ഓറഞ്ചും, അപ്പോഴും കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആപ്പിളിന്റെ കൗണ്ട് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഓറഞ്ചിന്റെ കൺസംഷൻ കുറയുന്നുണ്ട് അല്ലെ. സോ ഒരെണ്ണം കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. സോ അതാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നോക്കിക്കേ, ഇവിടെ ഇപ്പം ഇത്രയും ആയിരുന്നു നമ്മൾ ഓറഞ്ച് കൺസ്യൂം ചെയ്തത്, പക്ഷെ ആപ്പിൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമ്മളുടെ ഓറഞ്ചിന്റെ കൺസംഷൻ കുറഞ്ഞു, ആപ്പിളിന്റെ കൺസംഷൻ കൂടി. ഓറഞ്ചിന്റെ കൺസംഷൻ കുറഞ്ഞു, ആപ്പിളിന്റെ കൺസംഷൻ കൂടി. വീണ്ടും ഓറഞ്ചിന്റെ കൺസംഷൻ കുറഞ്ഞു, ആപ്പിളിന്റെ കൺസംഷൻ കൂടി അല്ലെ. അതായത് ഒന്നിന്റെ കൺസംഷൻ കുറയുന്നു, മറ്റേതിന്റെ കൺസംഷൻ കൂടുന്നു. അങ്ങനെ ആകുമ്പോഴും ദ കൺസ്യൂമർ ഇസ് സ്റ്റിൽ ഇൻ എ
സാറ്റിസ്ഫാക്ടറി പൊസിഷൻ. ഇനി എന്താ ഇൻഡിഫറൻസ് മാപ്പ്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവിന്റെ ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഹയർ ഇൻഡിഫറൻസ് കർവ്, അതായത് ഇപ്പൊ നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ നമുക്ക് ഇത്രയും ഗുഡ് കിട്ടുന്നുള്ളൂ, ഇത്രയും എക്സും ഇത്രയും വൈയെ കിട്ടുന്നുള്ളൂ. അടുത്ത ഇൻഡിഫറൻസ് കർവിലേക്ക് പോയാൽ എന്താണ്? നമുക്ക് ഇത്രയും എക്സും ഇത്രയും വൈയും കിട്ടുന്നുണ്ട് അല്ലെ. വീണ്ടും നമ്മൾ അടുത്ത കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട്, ഇത് ഇത്രയും കിട്ടുന്നുണ്ട്. സോ ആ എക്സ് ആൻഡ് വൈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് പോകുമ്പോൾ ഹയർ ആയിട്ട് വർദ്ധിക്കുന്നു അല്ലെ. ഇൻഡിഫറൻസ് കർവ് എപ്പോഴും പാരലൽ ആയിരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോ നമുക്ക് ഒരേപോലെ കാണാൻ പറ്റുന്നുണ്ടാവണമെങ്കിലും അത് എപ്പോഴും അങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. കാരണം അങ്ങനെ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവിന്റെ നൊട്ടേഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് വരുന്നത് അല്ലെ. സോ സിൻസ് അതിനൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പൊസിഷനിലേക്ക് പോകുന്നത് കൊണ്ട് എന്താ അവിടെ നമ്മൾ ബേസിക്കലി എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു കമോഡിറ്റി ചൂസ് ചെയ്യുമ്പോൾ മറ്റേ കമോഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബീങ് സാക്രിഫൈസ്ഡ് അല്ലെ. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹൗ ഡു വി കമ്പ്യൂട്ട് ഇറ്റ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇതൊന്ന് നമ്മൾ നേടുമ്പോൾ മറ്റൊന്ന് ത്യജിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സി ലിസൺ, ഇവിടെ ആപ്പിളിൽ 1 2 3 4, ഓറഞ്ചസ് 10 7 5 4 കുറയാണ് ചെയ്തത് അല്ലെ. സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തേല് നമ്മൾക്കൊന്നും വാല്യൂ വരില്ല. അത് നമ്മൾ ലൈവ് സെഷനിലും പറഞ്ഞായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ തൊട്ട് മുകളിൽ ഈ ആപ്പിൾ ഓറഞ്ച് തൊട്ട് മുകളിൽ ഒന്നും ഡിഡക്ട് ചെയ്യാനില്ലല്ലോ, ഫസ്റ്റ് കമോഡിറ്റി അല്ലേ. ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ട്? 1 ഉണ്ട്, ഇവിടെ നമുക്ക് 3 ഉണ്ട് അല്ലെ. യെസ്, അപ്പം മൈനസ് ഇവിടെ എത്രയാ കുറഞ്ഞേ? 3 by minus 3 by എത്രയാണ്? 1. സോ മൈനസ് ആൻഡ് മൈനസ് വരുമ്പോ പ്ലസ് 3 by 1 3 എന്ന് പറഞ്ഞാൽ ഈ 7 minus 10 അപ്പൊ മൈനസ് 3. ഇനി ഇവിടെ 5 minus 7 is minus 2. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ 1 ആണ്. സോ ദ ആൻസർ വിൽ ബി 2. Now again we are just minusing it or finding the value. Minus 1 by 1 which is equal to 1. So hope you got that values. ഇനി ഇതാണ് ബേസിക്കലി നമ്മുടെ സ്ലോപ്പ് ആയിട്ട് അല്ലെ നമ്മൾ പറയുന്നത്. നമ്മൾ എത്ര കൊടുക്കാൻ, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി നേടാൻ എത്ര കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ ബേസിക്കലി നോട്ടേറ്റ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് എന്താ? ഇൻഡിഫറൻസ് കർവ് റൈറ്റ് സൈഡിലേക്കാണ് സ്ലോപ്പ് ചെയ്യുന്നത് അല്ലെ. കാരണം ഇത്രയും കമോഡിറ്റി ഇത്രയും വരുന്നു, വീണ്ടും ഇത്രയും കുറച്ചപ്പോ ഇത്രയും നമ്മൾ ഒരെണ്ണം കുറച്ച് ഇത് കുറച്ചപ്പം ഇതിന്റെ കൺസംഷൻ കൂടി. അപ്പൊ ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ MRS എന്ന് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻഡിഫറൻസ് കർവ്സ് ആ കോൺവെക്സ് ടു ദ ഒറിജിൻ അല്ലെ. നമുക്ക് കണ്ടാൽ അറിയാം ഇത് എങ്ങനെയാണ്, ഒരു കോൺവെക്സ് പൊസിഷൻ ആണ് വരുന്നത്. കോൺവെക്സിറ്റി ആണ് ഇൻഡിഫറൻസ് കർവിന് വരുന്നത് അല്ലെ, ഷേപ്പ്. അടുത്തത് ഇന്റർസെക്ട് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം നമുക്ക് ഇതൊരു ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ് ആണ്. ഓക്കെ, ദിസ് ഇസ് അവർ ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ നമുക്ക് ഇത്രയും ഇവിടെയും വന്നു, പിന്നെയും ഇവിടെ തന്നെ നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് മാർക്ക് ചെയ്താ സെയിം പോയിന്റ് തന്നെയല്ലേ വരുന്നത്. എപ്പോഴും എന്താ, നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരച്ച ഹയറിലേക്ക് ആയിരിക്കണം വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ലോവറിലേക്ക്. അല്ലാതെ വരച്ചിട്ട് പിന്നെ എന്താ കാര്യം? കാരണം സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് cannot intersect each other എന്ന്. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ ലെവൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് കൺസംഷൻ കൂടുതൽ കിട്ടും അല്ലെ. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇനി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ അവിടെ ബേസിക്കലി അത് 1 ആയിരിക്കും വരുന്നത്. അതായത് നോക്കിക്കേ, ഇവിടെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ IC കർവ് വരുന്നത്. അങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അവിടെ MRS XY 1 ആണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്? ഒന്നിന് പകരം മറ്റൊന്ന് അല്ലെ. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരു അധ്യാപിക വരാതിരിക്കുമ്പോൾ മറ്റൊരു അധ്യാപിക വരാറുണ്ട് അല്ലെ. the same case നമ്മൾ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് പകരം വേറൊരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രിഫർ ചെയ്യാന്ന് വിചാരിക്കാം. അത് പക്കയാണ്, ഡിറ്റോ ആണെങ്കിൽ there comes perfect substitute. So indifference curve in the case of perfect substitute എന്ന് പറയുമ്പോൾ is equal to 1 ആണ്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ആകുമ്പോൾ എന്താണ്? റൈറ്റ് ആംഗിൾഡ് ആണ് വരുന്നത്.
കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കൂടെ മറ്റൊന്ന്, ബ്രെഡ് ആൻഡ് ജാം അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വരച്ചാൽ ഇതിനിതാ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ കോംപ്ലിമെന്റിന്റെ കേസ് ആവുന്ന സമയത്ത് റൈറ്റ് ആംഗിൾഡും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസ് ആവുമ്പോൾ 1 ആയിരിക്കും. ബാഡ് കമോഡിറ്റി പറയുന്നത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് കമോഡിറ്റി ഉണ്ട്, എക്സ് എന്ന് പറയണം വൈ എന്ന് പറയണം. ഈ എക്സ് എന്ന് പറയുന്ന കമോഡിറ്റി ഒരുപാട് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ അത് നമ്മൾ വാങ്ങില്ല. വൈ എന്ന് പറയുന്ന നല്ല കമോഡിറ്റി ആണെങ്കിൽ വൈ വാങ്ങാൻ ഒരു സാധ്യത ഉണ്ടാവും അല്ലെ, വൈയിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും, എക്സ് നമ്മൾ ഡിപ്പാർട്ട് ചെയ്ത് പോകും. സോ അതാണ് നമ്മൾ ജനറലി പ്ലോട്ട് ചെയ്തത്. ന്യൂട്രൽ ഗുഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം നമ്മൾ ബേസിക്കലി പറയാണ് നമുക്ക് വൈ എന്ന് പറയുന്ന ഒരു കമോഡിറ്റി ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു കമോഡിറ്റി ഉണ്ട്. എക്സ് ഒരു നോർമൽ കമോഡിറ്റി, എക്സിന്റെ വില കൂടിയാലും എക്സിന്റെ വില കുറഞ്ഞാലും എക്സ് വാങ്ങുന്നത് ഇറ്റ് റിമെയിൻസ് കൺസ്റ്റന്റ് ആണെങ്കിൽ വൈയിൽ ചേഞ്ച് വരും. പക്ഷെ നോക്കിക്കേ, എക്സ് ഇത്രേ വാങ്ങുന്നുള്ളൂ, എക്സ് ഇത്രേ ഉള്ളൂ, എക്സ് ഇത്രേ ഉള്ളൂ, എക്സ് ഇത്രേ ഉള്ളൂ, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ. ഇനി ഇവിടെ സപ്പോസ് നമ്മൾ വൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എങ്കിൽ വൈ ഇത്രേ നമ്മൾ വാങ്ങുന്നുള്ളൂ, പക്ഷെ എക്സ് ആദ്യം ഇത്ര വാങ്ങി, പിന്നെ ഇത്ര വാങ്ങി, പിന്നെ ഇത്ര വാങ്ങി, ഇത്ര വാങ്ങി. അപ്പം സപ്പോസ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത് ന്യൂട്രൽ ഗുഡ് എങ്കിൽ, അതായത് എപ്പോഴും ഒരേപോലെ വാങ്ങുന്നതെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇനി അങ്ങനെയല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും. വൈ ആണ് ന്യൂട്രൽ എങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇൻഡിഫറൻസ് കർവ് വെർട്ടിക്കൽ ആയിരിക്കും. എന്താ നമ്മൾ ഇന്ന് പഠിച്ചത്, നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് വരുന്നത്, which provides equal level of satisfaction to the consumer. Higher indifference curve shows higher level of satisfaction. Indifference curve slope right, convex ആണ്, cannot intersect each other. അതേപോലെ തന്നെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ 1 ആണ്, കോംപ്ലിമെന്റ് ആകുമ്പോൾ 0 ആണ്, ബാഡ് ആകുമ്പോൾ ഡിപ്പാർട്ട് ചെയ്ത് പോകും. ന്യൂട്രൽ ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് പാരലൽ ടു ദി എക്സ് ആക്സിസ് അല്ലെ ഹൊറിസോണ്ടൽ ആയിരിക്കും. എക്സ് ന്യൂട്രൽ ആകുമ്പോൾ വൈ ന്യൂട്രൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇൻഡിഫറൻസ് കർവ് വിൽ ബി പാരലൽ ടു ദ വൈ ആക്സിസ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ ഓൾ. ഇൻഡിഫറൻസ് കർവുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പിനെ വിളിക്കുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.